ഇന്നു മുതൽ വെറും ഒരാഴ്ച ദിവസം, അതായത് 7 ദിവസം നമ്മൾ ഈ പറയുന്ന ദിക്ർ മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിയാൽ അള്ളാഹു നിങ്ങളുടെ കാര്യം മുഴുവൻ ഏറ്റെടുക്കും. ഇത് വെറും ഒരു പറച്ചിലല്ല. ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകളിൽ നിങ്ങൾ കേൾക്കണ പോലെ അത് ചൊല്ലിക്കോ ഇത് ചൊല്ലിക്കോ മാറും എന്ന് പറയണ പോലെ ഒന്നുമല്ല. ഈ ദിക്ർ മനസ്സറിഞ്ഞ് നിങ്ങൾ ചൊല്ലിയാൽ ഇതിലും വലിയൊരു ദിക്ർ ലോകത്ത് വേറെ ഇല്ല. അള്ളാഹ് നിങ്ങളുടെ മുഴുവൻ കാര്യം ഏറ്റെടുക്കും. മക്കൾ നിങ്ങളുടെ കാൽക്കൽ വരും. ഇത് നിങ്ങളുടെ പൊന്നു മക്കൾ നിങ്ങൾ അനുസരിക്കുന്നില്ലേ? ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ, ഈ ബോധ്യത്തിൽ ചൊല്ലിയാൽ മക്കൾ നിങ്ങളുടെ കാൽക്കൽ വരും. നിങ്ങളുടെ ദാരിദ്ര്യം അല്ലാഹ് നീക്കിത്തരും. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണോ, കടമാണോ, ദുരിതമാണോ, ദാരിദ്ര്യമാണോ, എന്തോ ആയിക്കോട്ടെ, അതൊക്കെ നീക്കിത്തരുന്ന അത്ഭുത ദിക്റുണ്ട്. ആ ദിക്ർ പഠിച്ചിട്ട് റമളാൻ വരെ അങ്ങ് ചൊല്ലി, ആ റമളാനിനെ അങ്ങ് സ്വീകരിച്ച് റമളാനിലും ചൊല്ലിയാൽ ശരീരത്തിനും മനസ്സിനും സുഖം, മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മുഴുവൻ സാധിച്ചു കിട്ടും, സമാധാനം ഉറപ്പായും കിട്ടും. അല്ലാഹ് നമ്മളെ ഏറ്റെടുക്കും. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ മലക്കുകൾ ഇങ്ങനെ ഓടി വരും നമ്മളെ താങ്ങിയെടുക്കാൻ. ആ ദിക്റൊന്ന് പഠിക്കണ്ടേ? ഇതിലും വലിയ മഹാഭാഗ്യം ഏതാണല്ലേ? 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നതേ ഒരു വല്ലാത്ത അത്ഭുതം നിറഞ്ഞൊരു ദിക്റാണ്, ഒരു അത്ഭുത മന്ത്രമാണ്. ഇതുപോലൊരു മന്ത്രം ലോകത്ത് വേറെ ഇല്ല, ഇതുപോലൊരു ദിക്ർ ലോകത്ത് വേറെ ഇല്ല. അത്രമേൽ നിങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും വെറും 7 ദിവസം കൊണ്ട് അല്ലാഹ് സെറ്റിലാക്കി തരും. മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ റെഡിയാവും കേട്ടോ. നമ്മളൊന്ന് ഹൃദയമൊക്കെ ഒന്ന് സ്റ്റേബിളായി വരാൻ വേണ്ടിയിട്ടാണ് ആ 7 ദിവസം എന്ന് പറയണത്. ആ 7 ദിവസം ഡെയിലി ഒരു 100 തവണ ഈ ദിക്ർ ചൊല്ലാനായിട്ട് ഒരു 5 മിനിറ്റ് പോലും വേണ്ട. അത്ര അത്ഭുത ദിക്റാണ്. ആ ദിക്റൊന്ന് മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ അല്ലാഹ് നിങ്ങളുടെ കടം വീട്ടും, നിങ്ങളുടെ ദാരിദ്ര്യം മാറും, മക്കൾ നിങ്ങളനുസരിക്കും, എല്ലാം കൊണ്ടും ലൈഫ് സെറ്റിലാവും. ഏതാണ് ആ ദിക്ർ എന്നൊന്ന് പഠിച്ചാലോ? പഠിച്ചാൽ മാത്രം പോരാ, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരാളെങ്കിലും നന്നായാൽ അത് നിമിത്തം നമുക്കും അള്ളാഹു ഗുണം തരില്ലേ? അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ ആ വിഷയം നമുക്ക് ഒരുമിച്ചൊന്ന് പഠിക്കാം. ഒരുമിച്ച് ഞാൻ ആദ്യം ഉൾക്കൊള്ളണമല്ലോ. അത് കേട്ട് ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. 6 സെക്കൻഡ് നമ്മൾ സ്നേഹിക്കുന്നവരെ ഒന്ന് വാരിപ്പുണർന്നാൽ, ഒന്ന് കെട്ടിപ്പിടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അറിയാം എൻ്റെ പേര്? ഓക്സിറ്റോക്സിൻ. കേട്ടിട്ടുണ്ടോ? അത് ഹാപ്പി ഹോർമോണാണ്. നമ്മുടെ ശരീരത്തിൽ സന്തോഷം ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നത്. ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്താൽ നമ്മുടെ നെർവ്സൊക്കെ ഒന്ന് കാമാകും, ദേഷ്യമൊക്കെ അടങ്ങും, മൈൻഡൊക്കെ ഒന്ന് കൂളാകും, മനസ്സിൽ സന്തോഷം നിറയും. സിമ്പിൾ. 6 സെക്കൻഡ് സ്നേഹത്തോടെ വൈഫിനൊന്ന് കെട്ടിപ്പിടിച്ചാൽ മതി. പിന്നെ കൂലിയും കിട്ടും. സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളുടെ സുന്നത്തല്ലേ അത്. ഇത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ കെട്ടിപ്പിടിക്കണം, അത് വേറെ വിഷയം. ഓക്സിറ്റോക്സിൻ റിലീസാകുന്ന മറ്റൊരു സന്ദർഭമുണ്ട്, സൈക്കോളജിക്കൽ സ്റ്റഡി ഉണ്ട്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വേളയിൽ, അള്ളാഹിനോട് ദുആ ചെയ്യുന്ന വേളയിൽ ഈ ഹാപ്പി ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും നമ്മുടെ മനസ്സിൽ സന്തോഷം കൊണ്ട് നിറയുകയും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് സന്തോഷം തോന്നി എത്ര പേരുണ്ട് കൂട്ടത്തിൽ? ദുആ ഇരുന്നിട്ടൊരു സന്തോഷം കിട്ടിയവര് എത്ര പേരുണ്ട്? കുറവാണല്ലേ? ഇപ്പം എന്തായിരിക്കും കാരണം? ഈ സാധനം റിലീസ് ആകണമെങ്കിൽ പ്രണയം വേണം. എന്ത് വേണം? അതിനിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 19 കൊല്ലമായ ആൾക്കാരൊക്കെ ഈ കൂട്ടത്തിലുണ്ടെന്നാലും കെട്ടിയോളോട് പൊടി വന്ന് കെട്ടിപ്പിടിക്കടി, റിലീസ് ചെയ്യോ നോക്കട്ടെ. അങ്ങനെ കെട്ടിപ്പിടിച്ച കാര്യമൊന്നുമില്ല. എന്ത് വേണം അവിടെ? എന്ത് വേണം? ഞാൻ സ്ത്രീകളോട് പറഞ്ഞേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസത്തിൽ വരുമ്പോൾ ആയിഷ ബീവി എന്ത് ചെയ്യും? മടിയിലേക്ക് പിടിച്ച് കിടത്തിയിട്ട് തലോടി കൊടുക്കും. അപ്പോൾ ഒരാൾ പറയണം, ഞാനെന്ന് ചെന്നിട്ട് പിടിച്ചു വലിച്ചൊന്ന് കിടത്തി നോക്കട്ടെ ഉസ്താദേ, അല്ലാതെ ആ ചങ്ങായി കിടക്കൂല. അങ്ങനെ പിടിച്ചു വലിച്ച് കിടത്തിയാലോ, പിടിച്ചു കെട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ ഒരു സാധനം റിലീസ് ചെയ്യോ? സ്നേഹം വേണം, പ്രണയം വേണം, ലവ്, ആ സാധനം വേണം. അപ്പൊ അല്ലാഹു റബ്ബുൽ ആലമീന്റെ മുമ്പിൽ നമ്മളിങ്ങനെ പ്രാർത്ഥനാ നിർഭരമായിരിക്കുമ്പോൾ നമ്മുടെ
ശരീരത്തിൽ ഈ ഹോർമോൺ റിലീസ് ചെയ്യണമെങ്കിൽ നമ്മളും അള്ളാഹും തമ്മിൽ എന്ത് വേണം? എന്ത് വേണം? സ്നേഹം വേണം. കുറച്ചുകൂടെ കടന്നു പറഞ്ഞാൽ പ്രണയം വേണം. അള്ളാഹിനെ പ്രണയിക്കണം. എന്താണ് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ? ആന്തരികമായ ഒരു ആകർഷണമാണ്. അപ്പൊ പിള്ളേരൊക്കെ ഇന്ന് പോയിട്ട് ഉമ്മീനും വാപ്പീനെ കെട്ടിപ്പിടിക്കണം കേട്ടോ, സ്നേഹത്തോടെ ചെയ്യൂലേ? സഹോദരന്മാരെ അല്ലെങ്കിൽ സഹോദരിമാരെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കുക. എപ്പോഴും ഇടിയല്ലേ സിബ്ലിങ്സ് ആയിട്ട് അല്ലേ? സ്നേഹത്തോടൊന്ന് ചേർത്ത് പിടിച്ചു നോക്കിയേ. അപ്പൊ ആന്തരികമായ ആകർഷണത്തിനാണ് സ്നേഹം എന്ന് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ. നമുക്ക് ആരോടൊക്കെ ഇഷ്ടം തോന്നും? നമുക്ക് ഗുണം ചെയ്യുന്നവരോട്, നമുക്ക് നന്മ ചെയ്യുന്നവരോടൊക്കെ നമുക്ക് ഇഷ്ടം തോന്നൂലേ? നമ്മളെ വെറുപ്പിച്ചവരോട് നമുക്ക് ഇഷ്ടം തോന്നൂ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ദുനിയാവിലെ വിഭവങ്ങൾ നമുക്ക് രുചി ഉണ്ടാക്കി തരുന്ന, അല്ലെങ്കിൽ നമുക്ക് കുറച്ചു നേരത്തെ സന്തോഷം തരുന്ന ദുനിയാവിലെ വിഭവങ്ങളോട് ഭയങ്കര സ്നേഹമല്ലേ? ഇപ്പോൾ ബിരിയാണി, നല്ല തലശ്ശേരി ബിരിയാണി അല്ലേ, നല്ല ചൂടോടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഇത് സന്തോഷമായിരിക്കും കഴിക്കാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ബിരിയാണി കഴിക്കാനായിട്ട് കോയമ്പത്തൂർ പോയിട്ടുണ്ട്, ബിരിയാണി കഴിക്കാനായിട്ട് മധ്യപ്രദേശ് പോയിട്ടുണ്ട്, ബിരിയാണി കഴിക്കാനായിട്ട് കാശ്മീർ പോയിട്ടുണ്ട്. മുല്ലേരിക്ക് പ്രാന്താണോ എന്ന് ചിന്തിക്കണ്ട. ലക്ഷ്യം മാറ്റിക്കൊടുത്തു. അള്ളാന്റെ ഭൂമി കാണാനെന്നുള്ള ലക്ഷ്യം. എന്നാലും മനസ്സിന്റെ ഉള്ളിൽ എവിടെ എന്തുണ്ടായിരുന്നു? ബിരിയാണി ട്രൈ ചെയ്യണമെന്നായിരുന്നു. അപ്പോ ബിരിയാണി ഇല്ലേ, അങ്ങനെ ചില ഫുഡ്സിനോട് നമുക്കൊരു താല്പര്യം ഉണ്ടാവും. പക്ഷേ ഈ സാധനം കഴിച്ചു ഒരു പരിധിക്കപ്പുറം വന്നു കഴിഞ്ഞാൽ എട്ടങ്ങേറായി കഴിച്ച് പറയൂലേ നമ്മള്. ഈ നോമ്പ് പിടിച്ചിട്ട് ഭയങ്കര കാണുമ്പോൾ ഈ വിഭവങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര കൊതിയായിരിക്കും. ഒരു ഗ്ലാസ് നാരങ്ങയുള്ള ഒരു സമൂസയും കഴിക്കുമ്പോൾ തന്നെ പറ്റൂലാട്ടാ അല്ലേ? അത്രയേ ഉള്ളൂ. നൈമിഷികങ്ങളാണ് ഈ ദുനിയാവിലെ സുഖങ്ങളൊക്കെ. ഇനിയിപ്പോ ആരെ സ്നേഹിക്കുകയാണെങ്കിലും പ്രിയപ്പെട്ടവളെ സ്നേഹിച്ചാൽ തന്നെ ആ സ്നേഹം നൈമിഷികമാണ്. കാലാകാലം എന്നോടൊപ്പം ഉണ്ടാവോ? എൻ്റെ മരണവേളയിൽ സഹായിക്കാനുണ്ടാവോ? എൻ്റെ ഖബറിലുണ്ടാവോ? മഹ്ശറിൽ എൻ്റെ കൂടെ ഉണ്ടാവോ? എല്ലായിടത്തും ഒന്ന് ഒരുമിപ്പിച്ച് തരട്ടെ. കൂടെ എപ്പോഴും ഉണ്ടാകുന്ന അർത്ഥമുള്ളൊരു പ്രണയമേ ലോകത്തുള്ളൂ. എന്നെന്നും നിലനിൽക്കുന്ന ഒരു കൂട്ടേ ലോകത്തുള്ളൂ. അത് ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ മഅരിഫത്തുള്ള, അള്ളാനെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഖൽബ് കിട്ടിയണ്ടല്ലോ, അടിപൊളിയാണ്, ആനന്ദമാണ്. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അതായത് ഈ ദുനിയാവില് ഖൽബിന്റെ കണ്ണുകൊണ്ട് ആരെ കാണാൻ പറ്റണം? മഹ്ശറിൽ ചെല്ലുമ്പോ, സ്വർഗത്തിൽ ചെല്ലുമ്പോ നേർക്കണ്ണുകൊണ്ടും കാണാൻ പറ്റണം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, 14-ാം രാവിൽ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ സ്വർഗനിവാസികൾ അള്ളാഹുവിനെ കാണുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. വല്ലാത്തൊരു അനുഭൂതി അല്ലേ? എത്ര നാള് ഫോൺ വിളിച്ചിരിക്കും, ഒരു ദിവസം അവളെ കാണണ്ടേ വേണ്ടേ? കാണുമ്പോ കിട്ടുന്ന ഒരു അനുഭൂതി എത്രയാണ് അല്ലേ? സംഗതിയല്ലേ? നിക്കാഹ് ചെയ്ത് വെച്ചു, ഗൾഫിലാണ്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് അന്ന് ഗൾഫിൽ പോയ വില്ലന്മാരൊക്കെ ഉണ്ട്. ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ല. എനിക്ക് പരിചയമുള്ളൊരു ആളുണ്ട്, മുമ്പേ കല്യാണം ഒന്നായിരുന്നു, പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഗൾഫിൽ പോയിട്ട് 4 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വന്നത്. ആലോചിച്ച് നോക്കിയേ. ഒരിക്കലും ക്രൂരതയാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തൊക്കെ പറഞ്ഞാലും ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ 4 കൊല്ലം ഫോൺ വിളികളൊക്കെ കഴിഞ്ഞിട്ട് ആ കാണുമ്പോഴുള്ളൊരു ആത്മനിർവൃതിയില്ലേ അല്ലേ? നമ്മൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ നേരിട്ട്? അള്ളാനെ അതിരറ്റ് സ്നേഹിക്കുമ്പോൾ നമ്മുടെ കൽബിലൊരു കൊതിയാണ്, എൻ്റെ നാഥനെ നേരിട്ട് കാണുന്നൊരു നിമിഷം. എല്ലാം മറക്കും സയ്യിദുനാ റസൂലുള്ളാഹ് ഇല്ലേ? നമുക്ക് പല സന്തോഷങ്ങൾ അനുഭവിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, ചെവി കൊണ്ട് കേട്ട് ചില സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റും, കണ്ണുകൊണ്ട് കണ്ട് ചില സുഖങ്ങൾ ആസ്വദിക്കാൻ പറ്റും ഇല്ലേ? ചിലതൊക്കെ നമ്മൾ കണ്ടാസ്വദിക്കാറില്ലേ? ചിലത് തൊട്ടറിയാറുണ്ട് ഇല്ലേ? ചിലത് രുചിച്ചറിയാറുണ്ട്. എന്നാൽ അള്ളാനെ അറിയാൻ പറ്റുന്ന ആ ഒരു 6-ാം ഇന്ദ്രിയുണ്ട്, അത് നമ്മുടെ കൽബാണ്. കൽബ് കൊണ്ട് ആരെ തിരിച്ചറിയാൻ പറ്റണം നമുക്ക്? ആ കൽബങ്ങട് കിട്ടണം. അതിന്റെ പേരെന്താണ്? തുസമ്മ അന്നൂറൽ ഇലാഹിയ വൽ ബസീറ വനൂറൽ ഈമാൻ വൽ യഖീൻ. ഒരുപാട് പേരുണ്ട് അതിന്. നൂറുൽ ഇലാഹി, പടച്ചോന്റെ നൂറ്, പടച്ചോന്റെ പ്രകാശം എന്ന് പേരുണ്ട്. ബസീറത്ത്, ഉൾക്കാഴ്ച എന്ന് പേരുണ്ട്. നൂറുൽ ഈമാൻ, ഈമാന്റെ പ്രകാശം എന്നൊക്കെ പേരുണ്ട് അതിന്. ആ പ്രകാശം കിട്ടിയാൽ കൽബ് കൊണ്ട് നമുക്ക് ആരെ തിരിച്ചറിയാൻ പറ്റും? പറഞ്ഞേ. ആ തിരിച്ചറിവ് കിട്ടിയുണ്ടല്ലോ, നമുക്ക് എൻ്റെ റബ്ബ് എനിക്ക് എന്ത് തന്നാലും അക്ഷമ കാണിക്കാതെ അപ്പാടെ സ്വീകരിച്ചുകൊണ്ട് അവൻ എന്തു പറയും?
ഇന്ന് ഒരു സഹോദരൻ ഇക്കൂട്ടത്തിലുണ്ട്, എൻ്റെ റൂമിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഇന്ന് എൻ്റെ വണ്ടി മറ്റൊരാളുടെ വണ്ടിയായിട്ട് കൂട്ടിയിടിച്ചു. ആ വേളയിൽ ഞാനിങ്ങനെ പുറത്തിറങ്ങിയിട്ട് കൽബിൽ തട്ടിയിട്ട് അൽഹംദുലില്ലാ പറഞ്ഞു, സന്തോഷത്തോടെ അൽഹംദുലില്ലാ പറഞ്ഞു. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ നമ്മുടെയൊക്കെ ലൈഫിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ലേ? അല്ലേ? ഏത് ഘട്ടത്തിലും എന്ത് വന്നാലും എനിക്ക് എന്ത് പറയാൻ പറ്റണം? ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താ ഇല്ലേ, ടോൺസിലസ് ബാധിച്ചൊരു കുഞ്ഞ് ഐസ്ക്രീം ചോദിച്ചാ ഉമ്മ കൊടുക്കുവോ? എന്തുകൊണ്ടാ കൊടുക്കാത്തത്? എന്തുകൊണ്ടാ കൊടുക്കാത്തത്? അവിടെ പഴുപ്പുണ്ടാകും, പല ഇൻഫെക്ഷൻ ഉണ്ടാകും, പ്രശ്നം ഉണ്ടാകും. ഇത് ആർക്കറിയാം? ഉമ്മാക്കറിയാം. പക്ഷെ കുഞ്ഞിന്റെ മനസ്സിൽ എന്തായിരിക്കും? ഈ ഉമ്മാക്ക് എന്നോട് ഒരു സ്നേഹമില്ല എന്നതുപോലെ പടച്ചോൻ എന്ത് തന്നാലും നമുക്ക് ഗുണമാണ്. കുടുംബത്തിൽ മരണം തന്നാലും, ആക്സിഡന്റ് തന്നാലും, രോഗം തന്നാലും, കച്ചവടം തന്നാലും, നഷ്ടം തന്നാലും, ലാഭം തന്നാലും, ആരോഗ്യം തന്നാലും, അസുഖം തന്നാലും, എന്റെ റബ്ബ് എനിക്കെന്ത് തന്നാലും ഗുണമാണ് എന്നുള്ള ബോധ്യത്തില് ഈ കൽബിൽ ബസീറത്ത് കിട്ടിയ മനുഷ്യൻ എന്തു പറയും? അൽഹംദുലില്ലാ. നമുക്കതിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ് നമ്മളിങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ആ അൽഹംദുലില്ലാ പറയാനുള്ള തൗഫീഖ് ഉണ്ടല്ലോ, ഇത് പടച്ചോൻ അനുഗ്രഹിച്ചു തന്നതാണ്. അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. സൂറത്തു സുമറിന്റെ 22-ാമത്തെ ആയത്ത്, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ഉറക്കം വരുന്നുണ്ടാ? ഇസ്ലാമിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യന്റെ കൽബ് അല്ല തുറന്നു കൊടുത്താല് അവന് പിന്നെ വഴികാട്ടിയായിട്ട് എന്തുണ്ടാകും? അള്ളാന്റെ പ്രകാശം ഉണ്ടാകും. പരിശുദ്ധ ഖുർആൻ. ഉറക്കം വരുന്നുണ്ടാ? എന്ന് പറഞ്ഞത് ഇസ്ലാമിന് വേണ്ടി നമ്മുടെ കൽബ് തുറന്നു കിട്ടിയാൽ, കൽബൊന്ന് വിശാലായി കിട്ടിയാൽ നമുക്ക് വഴികാട്ടിയായിട്ട് അള്ളാഹുവിന്റെ നൂറുണ്ടാവും. അള്ളാഹുവിന്റെ ഒരു വഴികാട്ടിയായിട്ട് റബ്ബുണ്ടാവും. അതായത് കച്ചവടത്തിന്റെ കാര്യം ആലോചിക്കുമ്പോ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കണേ? എൻ്റെ കൂടെ ആരുണ്ട്? കുടുംബത്തിന്റെ മോളെ കെട്ടിക്കുന്ന കാര്യം ആലോചിക്കുമ്പോ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഞാൻ ആരുടെ അടിമയാണ്? പിന്നെ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഈ ബസീറത്ത് ആർക്ക് കിട്ടും? കൽബ് തുറന്നവന്റെ. ഇനി അതില്ലാത്ത മനുഷ്യൻ എങ്ങനെയാണ്? ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് വിദൂരത്തായ കൽബ് അത് കുടുസാകുമെന്ന് ഖുർആൻ. എന്ന് പറഞ്ഞാൽ കച്ചവടമൊക്കെ ആകെ അടങ്ങേറായി, ഞാൻ എന്ത് ചെയ്യും? വീട് പണി തുടങ്ങിയിട്ടാണെങ്കിൽ പടച്ചോനെ പെട്ടുപോയല്ലോ അല്ലാ. മൂന്നാമത്തതും പെൺകുഞ്ഞാണെന്ന് പറയുമ്പോൾ ഉള്ളൊരു വിഷമമുണ്ടല്ലോ. മൂന്നാമത്തതും പെൺകുഞ്ഞാണ് എന്ന് കേൾക്കുമ്പോഴുള്ളൊരു വിഷമല്ലേ? അത് കൽബ് തുറന്നു കിട്ടാത്ത, അള്ളാന്റെ യഥാർത്ഥ അടിമയല്ലാത്ത മനുഷ്യന്റെ സങ്കടമാണ്. അള്ളാന്റെ അടിമയാണെങ്കിൽ അൽഹംദുലില്ലാ. ചില സഹോദരിമാര് പറയാറുണ്ട്, എല്ലാരും പറഞ്ഞു ഉസ്താദേ, എനിക്ക് ആ കടയിലേക്ക് കുഞ്ഞിനെ കൊടുത്തപ്പോ മോന്ത ഇങ്ങനെ ആയിപ്പോയി. മൂന്നാമത്തതും ഇവിടെ ഉണ്ട് അങ്ങനത്തെ വില്ലന്മാര്. മൂന്നാമത്തതും പെൺകുഞ്ഞായപ്പോ ഇത് ഈ ഉമ്മാമാരാണെങ്കിൽ എന്ത് ചെയ്യും? ഈ പെൺകൊച്ചി എല്ലാ ടെൻഷനും അനുഭവിച്ച് ലേബർ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ തന്നെ എടി നിന്റെ കെട്ടിയും ചിരിച്ചില്ലാട്ടാ, തീർന്ന്. ആ പുള്ളക്ക് പിന്നെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ വരാണ്ട് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വരും അല്ലേ? ചിന്തിച്ചു നോക്കി, ഇത്ര മോശം. എന്ത് വന്നാലും ഈ പെൺകുഞ്ഞുണ്ടാവൽ അത്ര മോശമാണോ? ആണോ? അവളോട് ആരാ മക്കളെ പറഞ്ഞു തന്നത്? എല്ലാം കഴിഞ്ഞ് തനിക്കുണ്ടായ ആൺകുട്ടി ഏതെങ്കിലുമൊക്കെ ഒരു ലഹരി കേസിൽ പെടുമ്പോ പറയും, വല്ല പെൺകുഞ്ഞും മതിയായിരുന്നട്ടാ, എന്തിനാണ് ആൺകുഞ്ഞുങ്ങളൊക്കെ? എടോ, അപ്പൊ പെൺകുഞ്ഞാണി ഒളിച്ചോടിയൂലേ? പെൺകുട്ടികൾ ലഹരി ഉപയോഗിക്കൂലേ? ആരാ പറഞ്ഞ ഉപയോഗിക്കൂലെന്ന്? എന്റെ കോളേജിലേക്ക് പോവാൻ ഞാൻ കാണിച്ചുതരാം. നന്നായി വലിച്ചിങ്ങനെ കിളിപോയിരിക്കണ പെൺപിള്ളേരെ. അല്ല, കിളി പോലത്തെ പെൺപിള്ളേരുണ്ട്. കിളി പോയിരിക്കാൻ കാരണം എന്താ? ലഹരി ഉപയോഗിക്കുന്നു. വാപ്പാടെയും ഉമ്മാടെയും മുമ്പിൽ എത്ര നല്ല മുത്തക്കിങ്ങളായ കുട്ടികളാണ്. ബാംഗ്ലൂരൊക്കെ ചിലപ്പോ ഐവിക്ക് വേണ്ടിയിട്ട് പിള്ളേരുടെ കൂടെ പോകുമ്പോ പല കഥകളും കേൾക്കാറുണ്ട്. ഇത്ര മോശം. ആണോ പെണ്ണോ എന്നതല്ല, സ്വാലിഹാകണം അല്ലേ? ആണായാലും പെണ്ണായാലും കുഞ്ഞെന്താകണം? എന്തെന്റെ റബ്ബ് തന്നാലും അൽഹംദുലില്ലാ. തന്നതാരാണ്? ഈ ഒരു ബോധ്യം അള്ളാഹുവിന്റെ അടിമക്കേ ഉണ്ടാകൂ. സയ്യിദുനാ റസൂലുള്ളാഹ് അവിടുത്തെ ഹദീസുകളിൽ നിന്ന് വ്യക്തമല്ലേ? ആ കുടിസുള്ള മനുഷ്യനുണ്ടല്ലോ, ഉലൈക ഫീ ളലാലിൻ മുബീൻ,
സൂറത്തു സുമറിലുള്ള പറയാ, അവന് വഴി പിഴച്ചോനാട്ടോ, നന്നാവൂല. ആ കൽബ് കുടുസായിരിക്കുമ്പോഴേ ഞാൻ രക്ഷപ്പെടൂല. എങ്ങനെയാണ്? ഇടങ്ങേറാണ്. ഈ തോട്ടുള്ളൊരു മനുഷ്യൻ രക്ഷപ്പെടൂല. മറിച്ചെല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ, അത് സ്നേഹമുള്ളവനെ, അള്ളാഹിനെ പ്രണയിക്കുന്നവനെ പറ്റൂന്ന് പഠിപ്പിക്കുന്നുണ്ട് അഷ്റഫുൽ വറ റസൂലുള്ളാഹ്. ഈ കൽബ് കുടുസായവന്റെ ഒരു പ്രയാസമുണ്ട്, അവന് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു സുഖം കിട്ടൂല അല്ലേ? ഞാൻ ചോദിക്കട്ടെ, തറാവി 9:45 ഇല്ലേ? ഒരു എത്ര മണി? ഇന്നൊരു 9:50 മൊയിലാർ ഇച്ചിരി സ്ലോ ആയിരുന്നു. തോന്നിയില്ലേ നമുക്ക്? തോന്നിയില്ലേ? ഇവിടെ നമ്മള് നോമ്പ് തുറക്കാനിരിക്കുമ്പോ മൊല്ലാക്ക എവിടെയാണ്? പള്ളിയിൽ തന്നെ ഇല്ലേ? 1 മിനിറ്റ് വൈകിയല്ലേ അത്? തോന്നൂലേ? ഇതൊന്നും ഒരു എട്ടങ്ങേറായിട്ട് നോമ്പ് പിടിക്കണ പോലെ. അതുപോലെ ഈ കാമത്ത് കൊടുക്കാനായിട്ട് ഒരു മിനിറ്റ് ഇങ്ങോട്ട് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു തോന്നലുണ്ട് അവിടെ മണി അടിക്കുമ്പോ തന്നെ കാമത്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഏതാണ്ട് വൻപാപാണെന്നാണ് അല്ലേ? ദിക്റിന് ദ്വാരക്കുമ്പോ എങ്ങാനും ഒരു 1/2 മിനിറ്റ് വൈകി കഴിയുമ്പോഴത്തേക്കും ആ ദ്വായിന്നൊക്കെ നമ്മൾ വിട്ട് ഫുള്ള് പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്കിതിലൊന്നും ഒരു ആസ്വാദനം കണ്ടെത്താൻ പറ്റാത്തതിന്റെ കാര്യം എന്താ? നമ്മൾ അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ കൽബ് കുടുസായി കിടക്കാൻ. അള്ളാഹ് നമ്മുടെ കൽബിലില്ല, നമ്മുടെ കൽബ് തുറന്നിട്ടില്ല, നമ്മൾ വഴികേടിലാണ്. അവിടെ നിന്ന് എങ്ങോട്ട് വരണം? അള്ളാഹുവിലേക്ക് വരണം. അള്ളാഹിനെ ആസ്വദിക്കാൻ പറ്റണം, അള്ളാഹിനെ പ്രണയിക്കാൻ പറ്റണം. എന്നിട്ട് ഇതുവരെ നോക്കിയേ, ഓക്സിറ്റോക്സിനൊക്കെ അങ്ങോട്ട് റിലീസായിരിക്കും. ഹാപ്പിനെസ് ഇങ്ങനെ പാറിപ്പാറി നടക്കാം. നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ഒരു സഹോദരൻ ദിക്ർ ചെയ്യുമ്പോഴത്തേക്ക് എന്നോടൊന്ന് പറയും, സതേ സന്റെ ദിക്ർ കഴിഞ്ഞപ്പോ കിളി പറന്നുപോയി. അതൊരു ആസ്വാദനമാണ്, അതൊരു തൗഫീഖാണ്. എന്താ പറയണത്? എനിക്ക് അള്ളാനെ കിട്ടി, അള്ളാനെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോ അൽഹംദുലില്ലാ എന്റെ കൽബ് ഇവിടെയൊന്നും അല്ല, വല്ലാത്തൊരു അനുഭൂതിയാണെന്നാണ്. അള്ളാഹു നമുക്കെല്ലാം ആസ്വദിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. സ്വഹാബത്തി ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് കൈഫ യശ്റഹു സദ്റ, എങ്ങനെയാ നബി കൽബ് ഇങ്ങനെ തുറന്നിട്ട? അപ്പൊ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, നൂറുൻ യുഖ്ദഫു ഫീഹി, പടച്ചോനൊരു പ്രകാശം ഇട്ട് തരലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ആ പ്രകാശം കിട്ടിയാൽ 3 അടയാളം ഉണ്ടാവും. അള്ളാഹ് ആ പ്രകാശം നമ്മുടെ കൽബിൽ ഇട്ട് തന്നാല് 3 അടയാളം ഉണ്ടാവുന്നതാണ്. ഒന്ന് അല്ലിനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, ശാശ്വതമായ വീട്ടിലേക്ക് ഓടിപ്പോവും, വേഗം പോകും. ശാശ്വതമായ വീട് ഏതാണ്? ദുനിയാവാണോ ആഖിറാൻ? അങ്ങോട്ട് ഓടും, അതിനു വേണ്ടിയിട്ടുള്ള പണികളൊക്കെ എടുക്കും. നമ്മളോ ആഖിറത്തിൽ നിന്ന് ഇറങ്ങി ദുനിയാവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്തോരം അവസരങ്ങളുണ്ട് നമുക്ക് നന്നാകാൻ, എന്നിട്ട് നമ്മൾ നന്നാകുന്നുണ്ടോ? എത്ര പേര് തറാവീകരിക്കുന്നുണ്ട്? അസുഖമുള്ളവരെ കുറിച്ചോ പ്രായമുള്ളവരെ കുറിച്ചോ അല്ല, അല്ലാതെ അവസരങ്ങൾ കിട്ടിയിട്ടും എത്ര പേര് ഇരിക്കുന്നുണ്ട്? ഇനി രണ്ടാമത്തെ അടയാളം പറയുന്നുണ്ട്, ഈ വഞ്ചനയുടെ ലോകത്ത് നിന്ന് അവൻ ഓടുന്നാണ്. ഈ വഞ്ചനയുടെ ലോകം എന്ന് പറഞ്ഞ ദുനിയാവാണ്. ദുനിയാവ് ഇങ്ങനെ ഒരു സുന്ദരിയുടെ രൂപത്തിൽ വന്ന് നിന്നെ ഇങ്ങനെ വിളിക്കും, വാ വാ വാ. അപ്പോ പിടുത്തം കൊടുക്കാതെ അള്ളാഹുവിലേക്ക് ഓടും ഈ 100 കിട്ടിയവനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. പിന്നെയോ മരിക്കണതിന് മുമ്പ് അവനൊന്ന് മരിക്കും. മരിക്കണതിന് മുമ്പ് മരണത്തിന് വേണ്ടി അവൻ ഒരുങ്ങി നിൽക്കും, റെഡിയാണ്. അള്ളാനെ പ്രണയിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ എന്താണ്? ഒറ്റ ലക്ഷ്യമുള്ളൂ, ആരെ കാണണം? ഏത് നിമിഷത്തിലും ഞാൻ തയ്യാറാ. പടച്ചോനെ, അസ്രായിൽ ഒന്ന് വന്നു കിട്ടിയാൽ മതി, എനിക്ക് നിന്നെ കാണണം അല്ലാ. ഹബീബ് റസൂലുള്ളാഹ് തങ്ങളോട് ചോദിക്കുന്നില്ല, അസ്രായിൽ നബിയെ ഇവിടെ നിൽക്കാണോ അതോ പോരുന്നോ? ഒറ്റ മനുഷ്യനോട് അസ്രായിൽ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു ഇല റഫീഖിൽ അലാ. ഞാനിവിടെ നിൽക്കണില്ല, എനിക്കെൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കൽ, എനിക്കെൻ്റെ റബ്ബിൻ്റെ അടുക്കലേക്ക് പോയാൽ മതി സയ്യിദുനാ റസൂലുള്ളാഹ്. എന്തേത് പറയാൻ കാരണം? റബ്ബിനെ അത്രത്തോളം പ്രണയിച്ചിരുന്നു. ആ റബ്ബിനെ കിട്ടാനുള്ള കൊതിയാണ് മുഹമ്മദ് മുസ്തഫയുടെ കൽബിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമ്മൾ പറയും ഇതൊക്കെ രസമുണ്ടെന്ന് പറഞ്ഞിട്ടും ഈമാനൊക്കെ ഞങ്ങൾക്കുണ്ട്, എന്നിട്ടും ബിരിയാണിയിലുള്ളൊരു ഫീല് പോലും അള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പോൾ കിട്ടണില്ലല്ലോ എന്നാണ്. അത് കിട്ടണമെങ്കിൽ പണിയെടുക്കണം എന്നാണ്. അതായത് ചെറിയ കുട്ടികളുടെ പരാതി ഉണ്ട്, ഈ വാപ്പി എപ്പോഴും ഉമ്മീയുടെ അടുത്താണ്. ഇങ്ങനെ ഈ വാപ്പി എപ്പോഴും ഉമ്മീനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, ഉമ്മീനെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും, എൻ്റെ കൂടെ കളിക്കാൻ വരൂല. പക്ഷെ വാപ്പിക്ക് കിട്ടുന്ന രസം എന്താന്ന് പുള്ളക്കറിയണ്ടോ? നമുക്ക് മനസ്സിലായോ? വാപ്പിക്ക് കിട്ടുന്ന ആനന്ദം കുഞ്ഞിന് മനസ്സിലാവണ്ടോ? അത് മനസ്സിലാകാനുള്ള പാകത കുട്ടിക്ക് എത്തിയോ?
ഇതാണ് നമ്മളിങ്ങനെ ഔലിയാക്കൾക്ക് അമ്പിയാക്കൾക്ക് അള്ളാഹുവിൽ ലയിക്കുമ്പോൾ കിട്ടിയ ആനന്ദമൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ കിളിപോയിരിക്കാൻ. അങ്ങനെ എന്താനന്ദമാണത്? നമ്മളങ്ങോട്ട് എത്താത്തത് കൊണ്ടാണ്. മനസ്സിലാവണ്ട? ഇമാമിങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരാളോട് ചോദിക്കണം, മോനെ നിനക്ക് നല്ല പത്തിരി ഇറച്ചിയും വേണോ അതോ നല്ല അധികാരം വേണോ? അപ്പൊ ഈ ദുനിയാവിന്റെ പിന്നാലെ മണ്ടനായി കിടക്കണ മനുഷ്യനാണെങ്കിൽ അവൻ പറയും എനിക്കല്ല പത്തിരി ഇറച്ചിയും മതി എന്ന് പറയും. എന്നാ ബുദ്ധിയുള്ളവൻ എന്താ പറയാ? എനിക്ക് അധികാരം ഉണ്ടെങ്കിൽ ഡെയിലി പത്തിരി ഇറച്ചി തിന്നാലോ അല്ലേ? ഇത് തിരഞ്ഞെടുക്കാനുള്ള അറിവ്, ആ അറിവുണ്ടാകലാണ് അള്ളാഹിനെ കിട്ടാനുള്ള വഴി. സയ്യിദുനാ റസൂലുള്ളാഹ് യഅലം അന്നൽ ഇൽമ ലദീദ്, അറിവ് ഭയങ്കര ആനന്ദമാണ്. അറിവ് ഭയങ്കര ആനന്ദമുള്ളതാണ്. വഅന്ന അലദ്ദൽ ഉലൂം, ഏറ്റവും ആനന്ദകരമായ അറിവ് ഏതാണെന്നറിയോ? അൽ ഇൽമു ബില്ലാഹ്, ആരെക്കുറിച്ചുള്ള അറിവാണ്? ഇൻഷാ അല്ലാഹ് അത് കിട്ടാനുള്ള പണിയാണ് നമ്മൾ ഇനി ഇൻഷാ അല്ലാഹ് പഠിക്കാൻ പോണത്. ഓരോ ദിവസവും ചെറിയ മാറ്റങ്ങളൊക്കെ ഇല്ലേ നമ്മൾ അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ഇല്ലേ? ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ, അതും കൂടെ പറഞ്ഞ് നമുക്ക് ചുരുക്കാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമാണ്, ഹിജ്റ 19. അപ്പൊ അന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവും റോമാ സാമ്രാജ്യവും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണ്, മുസ്ലിങ്ങളും റോമാ സാമ്രാജ്യവും. അന്ന് ഹിർക്കൽ നാട് ഭരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ ഹിർക്കൽ രാജാവ് പറയുന്നുണ്ട്, ഈ മുസ്ലിംകളിൽ നിന്ന് ബന്ദികളായിട്ട് പിടിക്കുമ്പോഴേ നല്ല ആദർശ ധീരതയുള്ള കുറച്ച് ആളുകളെ നമ്മുടെ കയ്യിലേക്ക് വേണം. അവർക്ക് സമ്മാനങ്ങൾ കൊടുത്തിട്ട് നമുക്ക് ക്രിസ്ത്യാനിയാക്കി മാറ്റണം. എന്നിട്ട് അവരെ കൊണ്ട് നമ്മുടെ മതം പ്രചരിപ്പിക്കണം. ശക്തമായ യുദ്ധം നടന്നു. മുസ്ലിംകൾ ഒരുപാട് പേര് ബന്ദികളായിട്ട് റോമാ സാമ്രാജ്യത്തിന്റെ കയ്യിലെത്തി. അക്കൂട്ടത്തിൽ വളരെ പ്രഗത്ഭനായിരുന്നു സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു. ഇബ്നു ഹുദാഫ തങ്ങളെ രാജാവ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരികയാണ്, ഇവിടെ ഇരുത്തി. ഇബ്നു ഹുദാഫ, നിങ്ങൾ മുസ്ലിംകളിൽ വലിയ നേതാവാണ്, ഞാനേ നിങ്ങൾക്ക് എൻ്റെ രാജ്യത്തിന്റെ പകുതി തരട്ടെ, നിങ്ങൾ ക്രിസ്ത്യാനിയാകുവോ? ഓഫറാണ്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ രാജ്യത്തിന്റെ പകുതി തരട്ടെ, നിങ്ങൾ ക്രിസ്ത്യാനിയാവോ? അന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ അവരൊക്കെ അല്ലാഹനെ വല്ലാതെ പ്രണയിച്ചവരല്ലേ. അവർ പറഞ്ഞു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിക്കുന്നവനാണ്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇതിനേക്കാൾ നല്ലത് ഞാൻ കൊതിക്കുന്നത് മരണമാണെന്ന് സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ. നിങ്ങൾ ഈ രാജ്യമെന്നല്ല ഈ ലോകം മുഴുവൻ എൻ്റെ കാലിന്റെ കീഴിൽ കൊണ്ടുവന്ന് വെച്ചാലും എനിക്ക് വലുത് ലാ ഇലാഹ ഇല്ലല്ലാഹാണെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു. അപ്പൊ പ്രലോഭനത്തിന്റെ മാർഗം ഒരു മുറിയിൽ അടച്ചിട്ടു. ചരിത്രമൊക്കെ പഠിക്കണം നമ്മൾ. നമ്മുടെ പൂർവികരുടെ ഈമാനിക വീര്യം എത്രയാണ്. ഒരു റൂമിൽ അടച്ചിട്ടു. എന്നിട്ട് ആ യൂറോപ്യൻ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ ഒരു പെണ്ണിനെയും കൊണ്ടുവന്ന് ആ റൂമിലേക്ക് ആക്കുകയാണ്. പെണ്ണിനെ റൂമിലേക്ക് ആക്കുകയാണ്. റൂം എന്നിട്ട് പുറത്തു നിന്ന് കുറ്റിയിട്ടു. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയാൻ, അല്ലാഹുമ്മ അൻത മലാദി വ അൻത ഔനി, നീയാണ് പടച്ചോനെ എന്നെ സഹായിക്കാനുള്ളത്, സഹായിക്കണേ അല്ലാ, ഞാൻ ഒറ്റപ്പെട്ടു പോവാണല്ലാ. സയ്യിദി അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ. ആ പെണ്ണിങ്ങനെ പിടിക്കാൻ വരും, അപ്പുറത്തോട്ടോടും, അവിടെ ചെല്ലും, ഇങ്ങോട്ടോടും. ഇങ്ങനെ ഓട്ടക്കളിയായപ്പോ ഈ പെണ്ണിന് ദേഷ്യം കയറിയിട്ട് വാതിൽമ 2 നടിയൊന്ന് കൊടുത്തു. അപ്പൊ പുറത്തെല്ലാവരും ഉണ്ട്. ഇവര് ന്യൂസ് പിടിക്കാൻ നിൽക്കാൻ. ഇബ്നു ഹുദാഫ എങ്ങനെ പെണ്ണിന്റെ കെണിയിൽ പെട്ട് കഴിഞ്ഞാല് നമുക്ക് പുറത്ത് നോട്ടീസ് അടിക്കണം. കണ്ടില്ലേ, മൊയ്ലിയാര് പെട്ടിട്ടുണ്ട്, നോട്ടീസ് അടിക്കണം. അപ്പൊ ആളുകളൊക്കെ കൂടി നിൽക്കല്ലേ. അപ്പൊ ഈ പെണ്ണ് പറയാൻ, ഞാൻ ആണാണോ ഒരു പെണ്ണാണോ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. നീ എന്ത് വർത്താനോട് ഈ പറയണത്? ഈ യൂറോപ്പിലെ ഓരോ ചെറുപ്പക്കാരും അവരുടെ മുഴുവൻ സ്വത്ത് വിറ്റിട്ടാണെങ്കിലും നിന്നെ ഒന്ന് കിട്ടാൻ കാത്തിരിക്കുന്നവരാ. അങ്ങനെയുള്ള നീ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം എന്താ? എന്നാ ഈ കിടക്കണ മനുഷ്യൻ ഇതൊരു മനുഷ്യനാണോ അം ഹജർ, ഒരു കല്ലാണോ? അതെന്താ? എന്നെ കണ്ടിട്ട് ഒരു ലവലേശം അനങ്ങണില്ല, അവനവിടെ അള്ളാനെയും വിളിച്ചുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു. ഇവനിങ്ങനെ വിട്ടാ പറ്റൂല. ഇവനൊന്ന് പേടിപ്പിക്കാൻ തീരുമാനിക്കാണ് രാജാവ്. നിന്നെ കുരിശിൽ തറക്കും, വിശ്വസിച്ചിട്ടില്ല എങ്കിൽ, ഈ മതത്തിലേക്ക് വന്നില്ല എങ്കിൽ നിന്നെ കുരിശിൽ തറക്കും ഇബ്നു ഹുദാഫ. ചിരിച്ചു നിൽക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ഒരു കുരിശ് തയ്യാറാക്കിയിട്ട് രാജാവ് പറയുന്നുണ്ട്, അതിന്റെ നടുക്ക് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയെ നിങ്ങൾ നിർത്തണം, എന്നിട്ട് ആ ശരീരത്തിൽ കൊള്ളാതെ അമ്പെയ്യണം. പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്.
പിടിച്ചു നിർത്തി. ഇവരിങ്ങനെ അമ്പ ചെയ്യാൻ തുടങ്ങി. മൂപ്പര് അല്ലാ വേറെ ഹാലാണ്. അള്ളാഹിനോടുള്ള പ്രണയം. അള്ളാഹുവിന്റെ അടിമയായ മനുഷ്യൻ എന്ത് പേടി. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു. പിന്നെ രാജാവ് ചെയ്തത് ഏറ്റവും ക്രൂരമായ കാര്യമാണ്. ചരിത്രത്തിൽ കാണാം. ഇബ്നു ഹുദാഫ തങ്ങളെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഒരു ചെമ്പ് കൊണ്ടുവരികയാണ്. ചെമ്പിന് തീ കൊടുത്തു. ചെമ്പിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ഇങ്ങനെ വെട്ടിത്തിളക്കാൻ തുടങ്ങി. ഇബ്നു ഹുദാഫ തങ്ങൾ നോക്കി നിൽക്കുമ്പോ മുസ്ലിംകളായ ബന്ദികളുണ്ടല്ലോ, ബന്ദികളായി പിടിച്ച മുസ്ലിംകളെ കൊണ്ടുവന്ന് രണ്ടുപേരെ ആ നിമിഷം തന്നെ എണ്ണയിലേക്ക് ക്രൂരമായി വലിച്ചെറിയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഖത്തൊരു ഒരു ഭാവമാറ്റമില്ല കേട്ടോ, ഒരു ടെൻഷനും ഇല്ല, ഒരു പ്രയാസമില്ല. അടുത്തത് നീയാണ് ഇബ്നു ഹുദാഫ. അല്ലാഹ് കൂടെയുള്ളവൻ എന്ത് പേടി. ഗാർ സൗറില് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട് അല്ലേ. അബൂബക്കർ പറയുന്നുണ്ട്, നബിയെ അവരെങ്ങാനും തലതാഴ്ത്തി ഒന്ന് നോക്കിയാൽ ഞങ്ങൾ പെടുവല്ലോ, നമ്മൾ പെട്ടുപോയല്ലോ നബിയെ. എന്തിനാ ടെൻഷൻ അടിക്കുന്നത് അബൂബക്കർ? ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ ആരുണ്ട്? പിന്നെന്തിനാ ടെൻഷൻ? സയ്യിദുനാ റസൂലുള്ളാഹ്. അല്ലാഹ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ടെൻഷൻ? വേറെ ആര് വേണം? എന്നെ പടച്ച, എന്നെ പരിപാലിക്കുന്ന, എനിക്ക് വേണ്ടതെല്ലാം തരുന്ന എന്റെ നാഥൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് ടെൻഷൻ? അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയെ എണ്ണയിലേക്ക് വലിച്ചെറിയാൻ പറയാൻ. ഇബ്നു ഹുദാഫ തങ്ങൾ ഇങ്ങനെ വലിച്ചെറിയാൻ വേണ്ടി എടുക്കുമ്പോൾ രാജാവ് നോക്കുന്നുണ്ട്. ഇബ്നു ഹുദാഫയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നു. നിക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട്, കരയാൻ തുടങ്ങിയിട്ടുണ്ട് ഇബ്നു ഹുദാഫ. താഴെ ഇറക്ക്. ഇതല്ലേ ഇബ്നു ഹുദാഫ ഞാൻ ഇത്ര നേരം പറഞ്ഞത്? ഞാൻ എറിയൂന്ന് പറഞ്ഞെറിയും. ഇപ്പൊ പേടിച്ചില്ലേ? ഇപ്പൊ കാര്യം പിടിയിട്ടില്ലേ? വാ ഇവിടെ ഇരിക്കും. ഞാൻ കരഞ്ഞത് അതുകൊണ്ടല്ല. ഞാൻ കരഞ്ഞത് നിങ്ങൾ എന്നെ എണ്ണയിലിട്ട് പൊരിക്കുമല്ലോ എന്ന് പേടിച്ചിട്ടൊന്നുമല്ല. പിന്നെ ഞാൻ കൊതിച്ചുപോയി. എന്തിനു കൊതിച്ച്? എനിക്ക് എന്റെ ഈ രോമങ്ങൾ കണ്ടോ, ഈ രോമങ്ങളുടെ അത്രയും ശരീരം എനിക്കുണ്ടായിരുന്നെങ്കിൽ അത് മുഴുവൻ എന്റെ റബ്ബിന് വേണ്ടി കരിച്ചു കളയാമായിരുന്നല്ലോ. ഇതിപ്പോ എനിക്ക് ഒരൊറ്റ ശരീരമല്ലേ ഉള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ, ഇതെന്തൊരു ഈമാനാണ്. രാജാവ് ഇങ്ങനെ മൂക്കത്ത് വിരൽ വെക്കാണ്. ഇതെന്തൊരു ആദർശാണ്, ഇതെന്തൊരു ആദർശാണ്. ആ മനുഷ്യനെ കൊല്ലാനും തോന്നണില്ല. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ അറ്റ കൈ നോക്കി ലാസ്റ്റ് പട്ടിണിക്കിടാൻ തീരുമാനിച്ചു. ഒരു റൂമിന്റെ അകത്ത് പൂട്ടിയിട്ടു. ആ റൂമിന്റെ അകത്ത് പന്നി മാംസവും കള്ളും കൊണ്ടുവന്ന് വെച്ചു. കുറെ ദിവസങ്ങൾ പൂട്ടിയിട്ടു. പട്ടിണി കിടന്ന് മരിച്ചുവല്ലോ, നമുക്ക് നോക്കാം അത് കഴിക്കുമല്ലോ എന്ന് നോക്കാമല്ലോ. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ റൂം ഒന്ന് തുറന്നപ്പോ ചീഞ്ഞ മാംസത്തിന്റെയും കള്ളിന്റെയും രൂക്ഷമായ ഗന്ധം. തളർന്നു കിടക്കാണ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു. ഇബ്നു ഹുദാഫ, നിനക്ക് കഴിച്ചൂടായിരുന്നോ? മരിച്ചൂലേ? അത്യാവൽ ഘട്ടത്തിൽ ഇത് കഴിക്കുന്നത് കൊണ്ട് ഇസ്ലാമിൽ വിരോധമില്ല അല്ലേ? ഇതെനിക്കറിയാം. പക്ഷേ ഞാനെങ്ങാനും കഴിച്ചുപോയാൽ ഇസ്ലാമിനെ പരിഹസിക്കാൻ നിങ്ങൾക്കൊരു വടിയാകൂലേ? ഞാൻ കാരണം എന്റെ റബ്ബിന്റെ മതം പരിഹസിക്കപ്പെടാൻ പാടില്ല. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു. രാജാവ് മനസ്സിലാക്കി, ഇയാളെ മാറ്റാൻ പറ്റൂല, ഇയാളെ തിരുത്താൻ പറ്റൂല. പിന്നെ ഒറ്റ കണ്ടീഷൻ വെച്ചു, നിങ്ങളെ കൊല്ലാൻ എനിക്ക് തോന്നണില്ല, ഞാൻ വിടാം, പക്ഷെ വെറുതെ വിടൂല, എന്റെ മൂർദാവിലൊന്ന് ചുംബിക്കണം. നിങ്ങൾ എന്റെ മൂർദാവിൽ ചുംബിച്ചാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടാം. എന്റെ ജീവന് വേണ്ടി അള്ളാഹുവിന്റെ ശത്രുവിന്റെ മൂർദാവിൽ ചുംബിക്കുകയോ? ഞാനില്ല അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഇങ്ങനെ ചെയ്യാം, ഒരു ലാഭക്കച്ചവടം. നിങ്ങൾ മുസ്ലിങ്ങൾ ബന്ദികളായി പിടിച്ചിട്ടുള്ള എല്ലാ മുസ്ലിങ്ങളെയും വിട്ടേക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മൂർദാവിൽ ചുംബിക്കാം. രാജാവ് പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നായി. ലാസ്റ്റ് എല്ലാ ബന്ദികളെയും വിട്ടു. ഇബ്നു ഹുദാഫ തങ്ങൾ രാജാവിന്റെ നെറുകയിൽ ചുംബിക്കുകയാണ്. ആ ആദർശ തീവ്രത കണ്ടിട്ട് 30,000 സ്വർണവും 300 അടിമകളെയും കൊടുത്ത് ഹിർക്കൽ രാജാവ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കാൻ. മദീനയിലേക്ക് ചെല്ലുമ്പോൾ ഓടി വരുന്നുണ്ട് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. വിളിച്ചു പറയുന്നുണ്ട്, ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ ഫിൽ മദീന. ഈ മദീനയിലുള്ള ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ഇബ്നു ഹുദാഫയുടെ നെറുക ചുംബിക്കൽ. കാരണം ഉമ്മത്തിന് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി ശത്രുവിന്റെ നെറുക ചുംബിച്ചവനാണ് ഇബ്നു ഹുദാഫ. അതുകൊണ്ട് ഇബ്നു ഹുദാഫയുടെ നെറുക എല്ലാവരും ചുംബിക്കണം.
ആദ്യം തന്നെ ശിരസിൽ ചുംബനം കൊടുക്കുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. മദീനക്കാർ മുഴുവൻ ഇങ്ങനെ, ആണുങ്ങൾ മുഴുവൻ ഇങ്ങനെ വരിവരിയായി നിൽക്കാൻ ഇബ്നു ഹുദാഫ തങ്ങളെ ചുംബിക്കാൻ. അള്ളാഹു ഈ ഇവിടെ എവിടെങ്കിലും അക്ഷമ കാട്ടിയോ ഇബ്നു ഹുദാഫ തങ്ങൾ? എന്നെ എറിയല്ലേ എന്ന് പറഞ്ഞോ? ക്ഷമിക്കുകയല്ല ഇവിടെ ചെയ്തത്. പിന്നെ ക്ഷമയും തൃപ്തിയും രണ്ടാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ക്ഷമിച്ച് കഷ്ടപ്പെട്ട് എന്നെ ഇടങ്ങേറാക്കല്ലേ എന്നല്ല പറഞ്ഞത്. ആ ശിക്ഷ എന്താണെങ്കിലും അവിടെ സന്തോഷിച്ച അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ. കാരണം ഇബ്നു ഹുദാഫ തങ്ങൾക്ക് മനസ്സിലായി, ഞാൻ പ്രണയിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന റബ്ബ് എന്റെ സ്നേഹം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്നെ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണ വേളയിൽ പുഞ്ചിരിയോടെ എതിരേറ്റ, പുഞ്ചിരിച്ചുകൊണ്ട് നിന്ന സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ. അപ്പോ ആ സ്നേഹം അള്ളാഹ് അങ്ങ് സ്വീകരിച്ചു. എനിക്ക് വേണ്ടി, അതായത് അള്ളാന്റെ ഒരു അടിമ അള്ളാഹ്ക്ക് വേണ്ടി തൃപ്തിപ്പെട്ടാൽ അള്ളാഹ് അവരുടെ കാര്യം അങ്ങ് തൃപ്തിപ്പെടും. അതാണ് റളിയല്ലാഹു അൻഹും വറളു അൻ. ഫഇന്ന മഅൽ, അള്ളാഹ്ക്ക് വേണ്ടി സഹിച്ചാൽ പിന്നെ അവന്റെ കാര്യം അള്ളാഹ് അങ്ങട് ഏറ്റെടുക്കും. എല്ലാം കിട്ടി, സമ്പന്നനായി, എല്ലാവരാലും ആദരിക്കപ്പെടുന്ന വലിയ മഹാനായി സയ്യിദി അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ. ഒറ്റ നിമിത്തം അള്ളാഹുവിനോടുള്ള പ്രണയം അല്ലേ? നമുക്കും അത് ആസ്വദിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ ദിക്ർ ഏതാ നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? ഇബ്നു ഹുദാഫ തങ്ങളും അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളും ഔലിയാക്കളും ഒക്കെ പ്രണയത്തോടെ അള്ളാഹുവിലേക്ക് ചൊല്ലിയ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ ചൊല്ലാനല്ല, ഒരു ബോധ്യത്തിൽ ഒരെണ്ണം ചൊല്ലിയാൽ മതി. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഹസ്ബി അല്ലാഹ് ഉണ്ട്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ ഉണ്ട്. എല്ലാ ദിക്റും അടങ്ങിയ അഫ്ളൽ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ നമ്മൾ ആ ബോധ്യം വേണം, എന്നെ കൊണ്ടൊന്നിനും പറ്റൂല, എനിക്കൊരു കഴിവുമില്ല, എനിക്കാരുമില്ല, അല്ലാഹ് മാത്രം, അല്ലാഹ് മാത്രം, എനിക്കല്ലാഹ് മതി, അല്ലാഹ് മാത്രമേ എനിക്കുള്ളൂ, അവൻ എന്നെ കൈവിടൂല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ഡെയിലി ഒരു 100 തവണ, ഒരു 7 ദിവസം ആകുമ്പോഴേക്ക് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് അതിനോട് അടുത്ത് വരും. അതിങ്ങനെ ചൊല്ലാതെ ഈ ബോധ്യത്തിൽ പ്രണയത്തോടെ ഒന്ന് ഒറ്റക്കിരുന്ന് ചൊല്ലണം കേട്ടോ, വെറുതെ ചൊല്ലിയാൽ പോരാ. ഒറ്റക്കിരുന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പടച്ചോനോട് പ്രണയത്തോടെ ചൊല്ലണം. അങ്ങനെ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളോടടുക്കും. എങ്ങനെ? നമ്മൾ അള്ളാഹുവിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ അടുക്കുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളോടടുക്കും, നമ്മളോട് പൊരുത്തം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹ് എത്തിച്ചേരും. ഇത് അത്ഭുതം നടക്കും. മാത്രം അത്ഭുതമുള്ള ദിക്റാണത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി വിശദീകരണങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക്, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇതുപോലുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പറയണം, വേണ്ടേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഈ സംഗതി ഉൾക്കൊണ്ടാൽ പിന്നെ റമളാനൊക്കെ സുഖല്ലേ, അടിപൊളിയല്ലേ? അള്ളാഹു അങ്ങനെ ആസ്വദിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം അതാണ്. അള്ളാഹു സുബ്ഹാന പരിശുദ്ധ റമളാനിലെ 2-ാം പത്തിനെ മനോഹരാക്കിയാൽ നമുക്ക് നൽകുന്നത് എന്താണ്? പാപമോചനാണ്. മഗ്ഫിറത്തിൻ്റെ 10ആണ് 2-ാമത്തെ 10 അല്ലേ? ആ മഗ്ഫിറത്ത് കിട്ടണമെങ്കിലും വെറുതെ നമ്മൾ നോമ്പ് പിടിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളിലേക്ക് ഇറങ്ങണം. പ്രണയം വേണം, പ്രണയം വേണം. ആ പ്രണയം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഇന്നത്തെ ചോദ്യം, ദുസൂഖി ത്വരീഖത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? ദുസൂഖി ത്വരീഖത്ത്, ആ ത്വരീഖത്തിൻ്റെ ഉപജ്ഞാതാവായ ആ മഹാനാരാണ്? ആരിലേക്ക് ചേർത്തിയിട്ടാണ് ദുസൂഖി ത്വരീഖത്ത് അറിയപ്പെടുന്നത്? ആ മഹാൻ്റെ പേര് കമൻറ്റ് ചെയ്യാം. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അല്ലാഹു സുബ്ഹാന കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്. ഇന്നിപ്പോൾ ഈ ക്ലാസ്സുള്ള ദിവസം നമുക്ക് ഈ സമയത്തിൻ്റെ ഇത്തിരി പ്രശ്നം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി മാറരുതല്ലോ. അതുകൊണ്ടൊരു ദുആയിലേക്ക് കടക്കണില്ല. എന്നാലും മൊത്തത്തിൽ നമുക്ക് ദ്വാരക്കാൻ അല്ലാഹു കമൻറ്റ് ചെയ്തവർക്കും ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർക്കും അതുപോലെ സ്വഭാവുൽ ഖൈറിനെ നെഞ്ചിലേറ്റി എല്ലാവർക്കും, ഈ ഒരുപാട് സങ്കടങ്ങളുമായി സദസ്സ് കാണാനിരിക്കുന്നവരുൾപ്പെടെ എല്ലാവരുടെയും മനസ്സിലെ പ്രയാസങ്ങളല്ല നീക്കി കൊടുക്കട്ടെ. എല്ലാ മുറാദുകളല്ല ഹാസിലാക്കട്ടെ. ചൊല്ലാനുള്ള തൗഫീക്ക് ചെയ്യട്ടെ. ഷഅബാനും റജബും ഒക്കെ നമുക്ക് അല്ലാഹ് അനുകൂലാക്കി തരട്ടെ. റമളാനിന് മുമ്പ് പടച്ചോനെ ഞങ്ങളെ റൂഹ നീ പിടിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മുഴുവൻ മുറാദുകളും നീ കബൂൽ ചെയ്യണേ അല്ലാ. ഇപ്പോൾ ഈ നിമിഷം ഞങ്ങളെ വീക്ഷിക്കുന്ന ആളുകളുടെ കൽബിനകത്തുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ നിനക്കറിയാമല്ലോ പടച്ചോനെ, ആ പ്രശ്നങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും സന്തോഷം നൽകണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.